ഞാൻ മദീനത്ത് ജീവിച്ചിരുന്ന വലിയൊരു പണ്ഡിതനെ, ബഹുമാനപ്പെട്ട ഇബ്രാഹിം മുല്ലാ ഖാത്തിറുൽ അസാമിയെ മദീനത്ത് നിന്ന് പരിചയപ്പെട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തെ നാട്ടിലേക്ക് ക്ഷണിച്ചു. അദ്ദേഹം വരൂല എന്ന് പറഞ്ഞു. പിന്നെയും ഞാൻ ചോദിച്ചു, ഒന്ന് വരുമോ എന്ന് ചോദിച്ചു. ഞാൻ കുറെ ആണ്ട് വാശി പിടിച്ച് ചോദിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, മോനെ, നീ സ്വർഗത്തിലിരിക്കുമ്പോൾ ആരെങ്കിലും വന്ന് വിളിച്ചാൽ ഇറങ്ങിപ്പോവോ? ഞാൻ ഈ മദീനത്തിരിക്കുകയാണ്. ഈ മദീനത്ത് വന്ന് നിൽക്കണം എന്തിനാണെന്നറിയോ? ജന്നത്തുൽ ബഖീയിൽ കിടക്കാനാണ്. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് മക്കത്തേക്കല്ലാതെ വേറെ എവിടേക്കും പോകില്ല. എനിക്കിവിടെ കിടക്കണം. ബഹുമാനപ്പെട്ടവര് മദീനത്ത് മറമാടപ്പെട്ടു. ത്വയ്ബ യൂണിവേഴ്സിറ്റിയിലെ ഹദീസിന്റെ ഹെഡായിരുന്നു അദ്ദേഹം. മുഹമ്മദ് മഹമൂദുൽ ഹജ്ജാർ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഒരുപാട് കാലമുണ്ടായിരുന്നു. ഈ കൂട്ടത്തിലുള്ളവരും മഹാനവറുകളെ കണ്ടിട്ടുണ്ടാകും. അല്ലിമൂനി കൈഫ ഹുജ്ജു എന്ന കിതാബ് എഴുതിയ, അല്ലിമീനിയ ഉമ്മി കൈഫ ഉസല്ലി എന്ന കിതാബ് എഴുതിയ, അൽ ഹുബ്ബുൽ ഖാലിദ് എന്ന ഗ്രന്ഥം എഴുതിയ, അതെല്ലാം ബഹുമാനപ്പെട്ടവർ തന്നെ എനിക്ക് തന്നതാണ്. ബഹുമാനപ്പെട്ടവര് അവിടുത്തെ അല്ലിമൂനി കൈഫ ഹുജ്ജു എന്ന കിതാബിൽ എഴുതി, എന്റെ ഭാര്യ ഭാഗ്യവതിയാണ്, അവർ ബഖീയിൽ കിടക്കുന്നുണ്ട്. ഞാനും ഇങ്ങനെ കാത്തിരിക്കുകയാണ് മസ്ജിദുൻ നബവിയിൽ, ബഖീയിൽ ഒന്ന് കിടക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഈ ഗ്രന്ഥം വായിച്ചു, അദ്ദേഹത്തെ കണ്ട് 2 വർഷം കഴിഞ്ഞ് ഒരു റബീഉൽ അവ്വലിൽ യാത്ര ചെയ്യുമ്പോൾ ഫ്ലൈറ്റിൽ ഒരു അറബ് സഹോദരനോട് ഞാൻ മുഹമ്മദ് മഹമൂദുൽ ഹജ്ജാർ തങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ എന്നോട് അദ്ദേഹം പറഞ്ഞു, മോനെ, ഒരു കഴിഞ്ഞ ആഴ്ച വഫാത്തായി പോയി, അവര് ബഖീയിൽ കിടക്കും. അങ്ങനെ മദീനത്ത് വന്ന് കാത്തിരുന്ന് ബഖീയിൽ കിടക്കുന്ന എത്രയാളുകൾ. ഇപ്പോൾ മദീനയിൽ ജീവിച്ചിരിക്കുന്ന മുഹമ്മദുൽ അർഫജ് എന്ന വലിയ പണ്ഡിതനുണ്ട്. രാവിലെ എഴുന്നേറ്റ് ഉഹദ് മലയെ ഇങ്ങനെ നോക്കും. എന്തിനാണെന്നറിയോ? മുത്തുനബി തങ്ങളെ കണ്ടിട്ട് കണ്ണടക്കാത്ത ഒരു സാന്നിധ്യമാണ് ഉഹദ് മല. മസ്ജിദുൻ നബവിയിൽ മുത്തുനബി തങ്ങൾ നിസ്കരിച്ച സ്ഥലത്ത് ടൈല് വന്നുപോയി, കാർപ്പറ്റ് വന്നുപോയി, പള്ളിയിൽ പെയിന്റ് വന്നുപോയി. ഉഹദ് മലക്കൊരു മാറ്റവും വന്നിട്ടില്ല. ഇന്നലെ ഞാൻ ഒരു കിതാബ് ഇങ്ങനെ വായിക്കുമ്പോൾ ഉഹദ് മലയുടെ മഹബ്ബത്ത് ഹഖീഖിയാണോ മജാസിയാണോ എന്നൊരു ചർച്ചയുണ്ട്. ഹഖീഖിയായ മഹബ്ബത്താണോ? ഉഹദ് ജബലു യുഹിബ്ബുനി എന്ന് പറഞ്ഞത് ഹഖീഖിയായ മഹബ്ബത്താണോ? അതെങ്ങനെ ജബലിനുണ്ടായി എന്ന ചോദ്യം. അതിനുള്ള മറുപടി ഹഖീഖിയായ മഹബ്ബത്ത് തന്നെയാണ് എന്ന് സ്ഥാപിച്ച പണ്ഡിതന്മാര് പറഞ്ഞത്, ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കയറിയപ്പോൾ അതിന് ശുഊറുണ്ടായി, അവിടുന്ന് ഒന്ന് അനങ്ങിയല്ലോ. രണ്ടാമത്തേതെന്താണ്? യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, പ്രപഞ്ചം മുഴുവനും തസ്ബീഹ് ചൊല്ലുമല്ലോ. ആ തസ്ബീഹിനെ ഖുർആൻ പറഞ്ഞത് തസ്ബീഹ് എന്ന് തന്നെയല്ലേ? അത് ഹഖീഖിയായ തസ്ബീഹല്ലേ? അങ്ങനെയുള്ള ഈ മലക്കെന്തുകൊണ്ട് ഹഖീഖിയായ മഹബ്ബത്ത് വെച്ചുകൂടാ? ആ ഉഹദ് മല മദീനയിലുണ്ട്. മുഹമ്മദുൽ അർഫജ് തങ്ങൾ രാവിലെ ഉഹദ് മലയെ ഇങ്ങനെ നോക്കും. മുത്തുനബി തങ്ങളെ കാണുന്നതിന് പകരം കണ്ട മലപർവ്വതത്തെ ഇങ്ങനെ നോക്കി നിൽക്കും. ചിലപ്പോൾ കവിതകൾ ഉണ്ടാക്കി ചൊല്ലും, ചിലപ്പോൾ ചൊല്ലിയ കവിതകൾ ആവർത്തിക്കും. എന്നത്തെയും പണിയാണിത്. അങ്ങനെ ഞാൻ ഒരിക്കൽ അദ്ദേഹത്തെ നാട്ടിലേക്ക് വിളിച്ചു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് പറയുന്ന മജ്ലിസായതുകൊണ്ട് വന്നു. വന്നപ്പോൾ കയ്യിലുണ്ടായിരുന്ന കാരക്കയുടെ കുരുകൾ മുഴുവനും അദ്ദേഹം തന്നെ തിരിച്ചു കൊണ്ടുപോയി. മദീനത്തുനിന്ന് കൊണ്ടുവന്നത് ഇവിടെ ഇടാൻ എനിക്ക് മനസ്സ് വരണില്ല. ഞങ്ങൾക്ക് കാരക്ക തന്നു. ഞങ്ങൾ കഴിച്ചിട്ട് സാധാരണ പോലെ മേശപ്പുറത്തതിന്റെ കുരു വെച്ചപ്പോൾ അതെല്ലാം പെറുക്കിയെടുത്ത് പൊതിഞ്ഞു. എനിക്ക് മനസ്സ് വരണില്ല ഈ മണ്ണിലിട്ടിട്ട് പോകാൻ. ഇത് ത്വയ്ബയിലെ മണ്ണിന്റെ അംശമാണല്ലോ. ഞാനെങ്ങനെ അത്ര ത്വാഹിറല്ലാത്ത ഒരു മണ്ണിൽ ഇതിട്ടേച്ചു പോകും? മുഹിബ്ബീങ്ങൾക്ക് അങ്ങനെയൊക്കെയാണ്. ഇങ്ങനെ പറഞ്ഞാൽ ഓരോരുത്തരും ഓരോ രീതിയിൽ മഹബ്ബത്ത് അനുഭവിച്ചവരാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ കൽബിൽ മഹബ്ബത്ത് വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. ആ തിരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് തവണയൊന്ന് കണ്ട് അവിടുത്തെ അത്തമ്മായ അക്മലായ ഔസാഫുകളോടെ ഒന്ന് പ്രാപിച്ച് അവസാനം മദീനയിലെത്തി അവിടുത്തെ സന്നിധാനത്തിൽ ഒരു സലാം പറഞ്ഞ് അവിടുന്ന് സലാം മടക്കുന്നതൊന്ന് കേൾക്കാൻ ഞങ്ങൾക്ക് അർഹതയില്ലെങ്കിലും ഒന്ന് കേൾപ്പിച്ചു തന്ന് വമൗതൻ സുമ്മ ദഫനം ബിൽ ബഖീഇ ഞങ്ങൾക്കൊരവസരം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ബഹുമാന്യരായ താജുശ്ശരീഅ ഉസ്താദിന്റെ സന്നിധാനത്തിൽ
ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവിടുത്തേക്ക് സന്തോഷമുണ്ടാകുമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ചൊല്ലിയതാണ്. അവിടുന്ന് ഖബർ ഷരീഫിന്റെ ഉള്ളിൽ മദീനയിലേക്ക് തുറന്ന ഒരു കവാടത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുകൊണ്ട് കിടക്കുകയാണെങ്കിൽ ഞങ്ങളെ നോക്കാനൊന്നും നേരണ്ടാവൂല. പക്ഷേ അവിടുത്തേക്ക് വലിയ വാത്സല്യമുള്ളവരാണ്. മുത്തഅല്ലിമീങ്ങളോട്, ഇഷ്ടക്കാരോട്. നാളെ അവിടുത്തോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ഭാര്യ, മക്കൾ, സ്നേഹജനങ്ങൾ, ശിഷ്യഗണങ്ങളെയും ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ഞങ്ങൾക്കെല്ലാവർക്കും ഖാത്തിമത്തു സആദ നൽകണേ റഹ്മാനെ. ഞങ്ങൾ പറഞ്ഞതിൽ എവിടെങ്കിലും ഒരു പ്രയോഗത്തിലോ വാക്കിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനമഹത്വത്തിന് പറ്റാത്തത് എന്തെങ്കിലും വന്നുപോയെങ്കിൽ പുറത്തു തരണം റഹ്മാനെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم حبب إلينا نبينا وحبيبنا محمدا صلى الله عليه وسلم من أموالنا وأولادنا ومن الماء البارد على الظمأ يا رب العالمين. اللهم صل وسلم وبارك عليه. എല്ലാവരും ദുആ ചെയ്യണം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി